ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ഇത് കഴിച്ചു വെച്ച് നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ വർദ്ധിക്കും. അതേസമയം ഇത് കഴിക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ കുറയും. അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച മൂലം വിളർച്ചയുടെ രോഗലക്ഷണങ്ങളാണ് നഖം സ്പൂൺ മാതിരിയാവുക, നഖം പൊട്ടിപ്പോവുക, മുടി കൊഴിയുക, അങ്ങനെയുള്ള രോഗലക്ഷണങ്ങളാണ് വിളർച്ചയ്ക്ക്. ഇത് കഴിച്ച് നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ വർദ്ധിക്കും. ഒരു പുരുഷന് വേണ്ട അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്ക് വേണ്ട ശരീരത്തിലെ ഹീമോഗ്ലോബിൻ 11 അല്ലെങ്കിൽ 12. ഒരു സ്ത്രീക്ക് വേണ്ടതും 11 അല്ലെങ്കിൽ 12. ഇതില്ലെങ്കിൽ നമുക്ക് അനീമിയ രോഗം വരും. ഇത് സോയാബീൻ, ഇത് വെള്ളക്കടല, ഇത് പുളിയവര, ഇത് അവില്, ഇത് പരിപ്പ്, ഇത് ചോളപ്പൊടി, ഇത് ഉഴുന്ന് പരിപ്പ്, ഇത് അരി, ഇത് പനം ചക്കര, ഇത് വെല്ലം, ഇത് പുളി, കൊയ്യാക്ക, നാരങ്ങ. ഇത് ഷുഗർ ചീരയാണ്. ഇത് മണത്തക്കാളിയുടെ ഇലയാണ്. അത് കഴിച്ചു. ഇതിൽ ഈ ഇലക്കറികളിലൊക്കെ അയൺ അടങ്ങിയിട്ടുണ്ട്. ജീവകളും രാജാവുകളും അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങളാണ്. ഈ പദാർത്ഥങ്ങൾ ദിവസേന കഴിച്ചാൽ നല്ലതാണ്. പിന്നെ ഇലക്കറികൾ കണ്ണിന് നല്ല ശക്തി